إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ആദ്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാം മുറിഞ്ഞു പോകുന്ന, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രന്ഥമാണ് പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 2 ക്ലാസ്സുകളിലായി ആമുഖമെന്നോണം വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ ഗ്രന്ഥത്തിലേക്ക് കടക്കുകയാണ്. ഗ്രന്ഥത്തിലേക്ക് കടക്കുക എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആദ്യമായി നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൻ്റെ പേരിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യണം. പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങൾക്കിടുന്ന പേരിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണം, ഒരു ചെറിയ രീതിയിലുള്ള മനസ്സിലാക്കൽ ആവശ്യമാണ്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കൊച്ചു ഗ്രന്ഥത്തിനിട്ട പേര് നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്നാണ്. നഖല യൻഖുലു നഖ്ലൻ എന്ന് പറഞ്ഞാൽ മുറിച്ചു കളയുക, പൊളിച്ചു കളയുക, ഇല്ലാതാക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ ഇസ്മു ഫായിലാണ്, ചെയ്ത ആളെ അറിയിക്കുന്ന വചനമാണ്, കലിമത്താണ് നാഖിലുൻ, മുറിച്ചു കളയുന്നവൻ, മുറിച്ചു കളയുന്നവൻ. അത് ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ മുറിച്ചു കളയുന്നവൻ എന്ന് പറയും. നമ്മളിപ്പോഴത്തെ ബുദ്ധിയുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ, ബുദ്ധിയില്ലാത്ത വസ്തുക്കളെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ മുറിച്ചു കളയുന്നത്, മുറിച്ചു കളയുന്ന സാധനം എന്നർത്ഥം. ബുദ്ധിയുള്ള ആളെ ഉദ്ദേശിച്ചാണ് നാഖിൽ എന്ന് പറഞ്ഞത് എങ്കിൽ, മുറിച്ചു കളയുന്നവൻ എന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ അതിൻ്റെ ബഹുവചനം നാഖിലൂന, മുറിച്ചു കളയുന്നവർ, ബഹുവചനം, അവർ കുറെ പേർ, മുറിച്ചു കളയുന്നവർ നാഖിലൂന എന്ന് പറയും. എന്നാൽ ബുദ്ധിയില്ലാത്ത വസ്തുക്കളെ സംബന്ധിച്ചാണ് മുറിച്ചു കളയുന്നത് എന്ന് പ്രയോഗിക്കുന്നതെങ്കിൽ അതിനെ ജംആക്കുമ്പോൾ അതിന്റെ ബഹുവചനമായി പറയുക നവാഖിലു എന്നാണ്. മുറിച്ചു കളയുന്നവ, നവാഖിലു. ഇവിടെ മുറിച്ചു കളയുന്ന 10 കാര്യങ്ങൾ അത് ബുദ്ധിയുള്ള മനുഷ്യന്മാരാണോ? അല്ല, 10 പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് നവാഖിലു, നാഖിലുൻ എന്നതിന്റെ ബഹുവചനം നവാഖിലു, മുറിച്ചു കളയുന്നവ എന്നർത്ഥത്തിൽ. എന്തിനെ മുറിച്ചു കളയുന്നത്? അൽ ഇസ്ലാം, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന, ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന, ഇസ്ലാമിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ, ഇതാണ് നവാഖിദുൽ ഇസ്ലാം. നഖല എന്ന പ്രയോഗം ഖുർആനിൽ വന്ന പ്രയോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ ഒരു പെണ്ണിനെ ഉപമിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളോട് പറയുന്ന ഒരു വാചകം, വലാ തകൂനു കല്ലതി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. വലാ തകൂനു, നിങ്ങൾ ആകരുത്, കല്ലതി, ഒരു പെണ്ണിനെ പോലെ, നഖലത് ഗസ്ലഹാ, അവൾ അവളുടെ ഗസ്ലിനെ പൊളിച്ചു കളഞ്ഞു. ഗസ്ൽ എന്ന് പറഞ്ഞാൽ അവൾ പിഴിഞ്ഞുണ്ടാക്കിയ കയറ്, ശക്തമായ കയറ്, ഗസ്ല്. ഗസല യഗ്സിലു, ഗസ്ല എന്ന് പറഞ്ഞാൽ കയറ് പിരിച്ചുണ്ടാക്കുക, നൂല് പിരിച്ച് കയറാക്കുന്നതിനാണ് ഗസ്ൽ എന്ന് പറയുക. നല്ല മടങ്ങ് നല്ല കയറിനെ അവൾ പൊളിച്ചു കടന്നു. മിൻ ബാദി ഖുവ്വത്തിൻ, നല്ല സ്ട്രോങ് ആയതിനു ശേഷം, അൻകാസൻ, ഒരു പൊളിച്ചു കളയൽ, അല്ലെങ്കിൽ ഒരുപാട് നൂലുകളാക്കി അവൾ പൊളിച്ചു കളഞ്ഞു.
അങ്ങനെയുള്ള പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. പൊളിച്ചു കളഞ്ഞു എന്ന് പറയാൻ വേണ്ടി അള്ള പ്രയോഗിച്ച പ്രയോഗം എന്താണ്? നഖലത്ത്, അവൾ പൊളിച്ചു കളഞ്ഞു. അതിൽ നിന്നാണ് നാഖിൽ ഉണ്ടാകുന്നത്, നവാഖിൽ, പൊളിച്ചു കളഞ്ഞു. വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാത. അപ്പോൾ ഭദ്രമായതിനു ശേഷം, സ്ട്രോങ് ആയതിനു ശേഷം പൊളിച്ചു കളയുന്നതിനാണ് ഭാഷയിൽ നഖല എന്ന് പറയുക. നഖല, നഖല എന്നത് ഫീലു മാദി, ഭാവി, ഭൂതകാലത്തെ അറിയിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ്. നഖല, അവൾ പൊളിച്ചു. അതിന്റെ മുലാരി യൻഖുലു, പൊളിച്ചു കളയുന്നു, അല്ലെങ്കിൽ പൊളിച്ചു കളയും. അതും അല്ലാഹു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലാ തൻഖുലു അൽ ഐമാന ബഅദ തൗകീദിഹാ, നിങ്ങൾ സത്യം ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അതിനെ പൊളിച്ചു കളയരുത്, അതിനെ ലംഘിക്കരുത്. സത്യം ചെയ്തതിനു ശേഷം നിങ്ങൾ അതിനെ ലംഘിക്കരുത്. ലാ തൻഖുലു, നിങ്ങൾ അതിനെ ലംഘിക്കരുത്. അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം അള്ളാഹുവിന്റെ കരാർ ലംഘിക്കുന്നവർ, കരാറിനെ പൊളിക്കുന്നവർ. അവിടെ അള്ളാഹു പ്രയോഗിച്ചത് യൻഖുലൂന, അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹ്, അള്ളാഹുവിന്റെ കരാറിനെ പൊളിക്കുന്നവർ. ഇതാണ് നഖല എന്ന കലിമത്തിന്റെ ഭാഷാർത്ഥം. ഈ ഭാഷാർത്ഥം തന്നെയാണ് ദീനിന്റെ ഭാഷയിലും ഉപയോഗിക്കുന്നത്. ഇവിടെ നവാഖിലുൽ ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതേ അർത്ഥമാണ്. ഭാഷയിൽ എന്താണോ അർത്ഥം അതേ അർത്ഥം. ഇസ്ലാമാണ് ശരിയെന്ന് ഉറപ്പിച്ച് ദൃഢവിശ്വാസം ഉണ്ടായതിനു ശേഷം ആ ദൃഢവിശ്വാസത്തെ തകർത്ത് കളയുക, പൊളിച്ചു കളയുക. ഒരാൾ മുസ്ലിം ആയാൽ അള്ളാഹു ഏകനാണെന്ന് ദൃഢമായി അംഗീകരിച്ചാലല്ലേ മുസ്ലിം ആവുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ദൃഢമായി അംഗീകരിച്ചതിന് ശേഷം ആ ദൃഢമായ അഖീദയെ, ഹൃദയത്തിൽ കെട്ടിയിട്ട ആ വിശ്വാസത്തെ പൊളിച്ചു കളഞ്ഞു. അതാണ് നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ. അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുക എന്നാണ് ഭാഷാർത്ഥം. കീഴൊതുങ്ങുക. അസ്ലമ, അവൻ കീഴൊതുങ്ങി. യുസ്ലിമു, അവൻ കീഴൊതുങ്ങും, കീഴൊതുങ്ങുന്നു. ഇസ്ലാം, കീഴൊതുങ്ങൽ, കീഴൊതുങ്ങുക എന്നാണ് അർത്ഥം. ഭാഷാപരമായി കീഴൊതുങ്ങുക എന്നാണ് അർത്ഥം. അതേ അർത്ഥം തന്നെയാണ് ദീനിന്റെ ഭാഷയിലും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും നിരോധനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കീഴൊതുങ്ങൽ. അങ്ങനെ കീഴൊതുങ്ങുന്നവനാണ് മുസ്ലിം എന്ന് പറയുക. മുസ്ലിം, കീഴൊതുങ്ങിയവൻ. മുസ്ലിമൂന, കീഴൊതുങ്ങിയവർ. എന്തിന് കീഴൊതുങ്ങിയവർ? അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾക്ക് കീഴൊതുങ്ങിയവർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കവേ പറഞ്ഞു, വിഡ്ഢിയല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ വെറുക്കുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം ദുനിയാവിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്, പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാളെ പരലോകത്ത് സാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന്. അവിടെ സാലിഹീൻ എന്നുള്ള പ്രയോഗിച്ചതിൽ സൂക്ഷ്മതയുണ്ട്. എന്നുള്ള പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? നാളെ പരലോകത്തെ എല്ലാവരും മുഅ്മിനീങ്ങളായിരിക്കും. എങ്ങനെ മുഅ്മിനീങ്ങള്? എല്ലാവർക്കും ബോധ്യാവും സ്വർഗമുണ്ട് നരകമുണ്ട്, എല്ലാവരും വിശ്വസിക്കും. അവിടെ സാലിഹ്യങ്ങളെ കൂട്ടത്തിലാണ് പെടേണ്ടത്. ഇവിടെ വിശ്വസിച്ചവർ അവിടെ സാലിഹ്യങ്ങളായിരിക്കും. അവിടെ എല്ലാവരും വിശ്വസിക്കും, അല്ലാഹ് ഉണ്ടല്ലേ, സ്വർഗം ഉണ്ടല്ലേ, നരകം ഉണ്ടല്ലേ, എന്നാൽ അവിടെ എല്ലാവരും മുഅ്മിനീങ്ങളായിരിക്കും. അവിടെ അള്ളാഹു ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഫിൽ ആഖിറതി, നാളെ പരലോകത്ത് ഇബ്രാഹിം നബി ലമിന സ്വാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞു. ഇമാം ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുക പറഞ്ഞൊരു പോയിന്റാണിത്. സാലിഹ് എന്നുള്ള പ്രയോഗിച്ചതിന്റെ രഹസ്യം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ് ഖാല റബ്ബുഹു അസ്ലിം, ഇബ്രാഹിമിനോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞു, അസ്ലിം, നീ കീഴൊതുങ്ങ്. അപ്പോൾ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ
ആലമുകളുടെ റബ്ബിന് കീഴൊതുങ്ങി, റബ്ബുൽ ആലമീന് കീഴൊതുങ്ങി. അസ്ലംതു, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും നിരോധനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കീഴൊതുങ്ങിയിരിക്കുന്നു. ഇബ്രാഹിം നബിയോട് പറഞ്ഞപ്പോൾ തന്നെ ഇബ്രാഹിം നബി എന്ത് പറഞ്ഞു? ഞാൻ കീഴൊതുങ്ങി എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാം, സത്യമായും പറഞ്ഞ വാക്കാണത്. ഇബ്രാഹിം അല്ലദി വഫാ, എല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിമിനെ എന്നുള്ള പറഞ്ഞു. എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും അവകൾക്ക് മുമ്പിൽ കീഴൊതുങ്ങുകയും ചെയ്ത ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങാൻ അർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അതിന്റെ സാങ്കേതിക അർത്ഥം വിശദീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ഇസ്ലാം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹുവിന് തൗഹീദ് കൊണ്ട് കീഴൊതുങ്ങലാണ്. ഒരു കീഴൊതുക്കം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വിഷയത്തിൽ ഏകനാക്കിക്കൊണ്ട് അള്ളാഹ്ക്ക് കീഴൊതുങ്ങലാണ്. നമ്മൾ പറഞ്ഞിരുന്നു 3 കാര്യങ്ങളാണ് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കണം. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയത്തിലുള്ള തൗഹീദ്. 2 തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള തൗഹീദ്. 3 തൗഹീദുൽ ഉലൂഹിയ്യ, ഇബാദത്തിൽ അള്ളാഹുവിനെ ഏകനാക്കൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ഇത് സംസാരിച്ചു. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അതാണ് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങലാണ് ഇസ്ലാം. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും കീഴൊതുങ്ങലാണ് ഇസ്ലാം. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിന് കീഴൊതുങ്ങണം. വൽ ബറാഅതു മിനശ്ശിർക്കി വഅഹ്ലി, ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ അഹ്ലുകാരിൽ നിന്നും വിട്ടു നിൽക്കലുമാണ് ഇസ്ലാം. ഈ 3 കാര്യങ്ങളാണ് ഇസ്ലാം. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അയാൾ മുവഹിദാകണം, മുത്തിയാകണം, ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ അഹ്ലുകാരിൽ നിന്നും ബരിയാകണം, ഒഴിവായവനാകണം. ഈ 3 കാര്യങ്ങളെ അംഗീകരിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുക. ഈ 3 കാര്യങ്ങളിൽ കീഴൊതുങ്ങുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുക. അപ്പോൾ ഇസ്ലാമിനെ മുറിച്ചു കളയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളെ തൗഹീദിൽ നിന്നും പുറത്താക്കുന്നത്, ഈമാനിൽ നിന്നും പുറത്താക്കുന്നത്, ഒരാളെ മുർത്തത്താക്കുന്നത്, ദീനിൽ നിന്നും പുറത്താക്കുന്നത് എന്നാണ് നവാഖിദുൽ ഇസ്ലാം. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഇസ്ലാമിന്റെ ഓരോ ഇഴകളും മുറിച്ചു കളയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലതുൻഖലന്ന ഉറൽ ഇസ്ലാം ഉർവതൻ ഉർവ, ഇസ്ലാമിന്റെ ഓരോ ഇഴകളും ഓരോ കണ്ണികളും ഓരോ ശാഖകളും ഘട്ടം ഘട്ടമായി അയക്കപ്പെടും, പൊളിക്കപ്പെടും. അവിടെ റസൂൽ പ്രയോഗിച്ച പ്രയോഗവും നഖല എന്നാണ്. ലതുൻഖലന്ന നഖല, പൊളിച്ചു കളയപ്പെടും. ഉറൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അഴികൾ, ഇസ്ലാമിന്റെ ശാഖകൾ, ഇസ്ലാമിന്റെ ബ്രാഞ്ചുകൾ ഓരോന്നോരോന്നായി അയച്ചു കളയപ്പെടും, പൊളിക്കപ്പെടും. ഉർവതൻ ഉർവ, ആദ്യമായി അയക്കപ്പെടുക അള്ളാഹിന്റെ ഹുക്കുമാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചുള്ള വിധിക്കലാണ് ആദ്യം അയക്കപ്പെടുക. അവസാനം അയക്കപ്പെടുക അസ്സലാഹ്, നിസ്കാരവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന, മുർത്തദ്ദാക്കുന്ന, നരകത്തിന്റെ അവകാശിയാക്കുന്ന, നരകത്തിൽ കാലാകാലം കടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് നവാഖിദുൽ ഇസ്ലാം എന്ന ഈ ഗ്രന്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇസ്ലാമിനെ കോട്ടം വരുത്തുന്ന, ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനം
ഓരോ വിശ്വാസിയുടെയും മേൽ നിർബന്ധമാണ്, ഫർള് ഐനാണ്. നമ്മളെ ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കൽ ഫർള് ഐനാണ്, പഠിക്കൽ നിർബന്ധമാണ്. ഓരോ വ്യക്തിയുടെയും മേൽ വ്യക്തി ബാധ്യതയാണ്. എനിക്കറിയില്ല എന്ന് പറയാൻ പറ്റൂല. അതേപോലെ തന്നെ ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എപ്പോഴും പേടിയുണ്ടാകുക എന്നുള്ളതും വേണ്ടതാണ്. എന്തെങ്കിലും വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ സംശയത്തിലൂടെയോ വിശ്വാസത്തിലൂടെയോ എൻ്റെ ഇസ്ലാം മുറിഞ്ഞു പോകുമോ എന്ന പേടി അവൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 4 കാര്യങ്ങളിലൂടെ മതഭ്രഷ്ട് സംഭവിക്കാം, മുർത്തദ്ദാകാം. ഒന്ന്, വിശ്വാസത്തിലൂടെ. വിശ്വസിക്കാൻ പാടില്ലാത്തത് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, മുർത്തദ്ദായി പോകും. രണ്ടാമത്തേത്, പ്രവൃത്തിയിലൂടെ. ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മൂന്നാമത്തേത്, വാക്കിലൂടെ. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നാലാമത്തേത്, സംശയത്തിലൂടെ. സംശയിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംശയിച്ചാൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. ഈ 4 വഴികളാണ് ഇസ്ലാമിന് പുറത്തു പോകേണ്ടത്. അഞ്ചാമതൊന്നില്ല. വിശ്വാസം, കർമ്മം, വാക്ക്, സംശയം. അപ്പോൾ എൻ്റെ വിശ്വാസത്തിലോ കർമ്മത്തിലോ വാക്കിലോ സംശയത്തിലോ എൻ്റെ ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നിരന്തരമായി നാം പരിശോധിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഓരോ ശ്വാസം അകത്തേക്ക് കടത്തുമ്പോഴും പുറത്തേക്ക് കടത്തുമ്പോഴും നമ്മൾ അതിനേക്കാൾ കൂടുതലായി ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട വിഷയമാണ് എൻ്റെ ഇസ്ലാമിന്, എൻ്റെ ഈമാനിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന്. ഇസ്ലാം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഈമാനും കൂടിയാണ്. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈമാനിനെയും മുറിച്ചു കളയുന്ന കാര്യങ്ങളാണ്. എവിടെയെങ്കിലും ഇസ്ലാം എന്ന് മാത്രം പറയപ്പെട്ടാൽ അവിടെ ഈമാനും പെട്ടു. എവിടെയെങ്കിലും ഈമാൻ എന്ന് മാത്രം പറയപ്പെട്ടാൽ അവിടെ ഇസ്ലാമും പെട്ടു. വേറെ വേറെ പറഞ്ഞാൽ രണ്ടും ഒന്നാവും. രണ്ടും ഒന്നിച്ച് പറഞ്ഞാൽ രണ്ടും വേറെ വേറെയാകും. പണ്ഡിതന്മാര് അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇത്തഫഖ ഇഖ്തലഫ, ഇഖ്തലഫ ഇത്തഹദ. ഇസ്ലാമും ഈമാനും ഒന്നിച്ച് പറയപ്പെട്ടാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യ പ്രവർത്തനങ്ങളാണ്, ബാഹ്യ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. രണ്ടും ഒന്നിച്ച് പറഞ്ഞാൽ, സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞാൽ, അതായത് ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞു എങ്കിൽ അവിടെ ശാരീരിക പ്രവർത്തനങ്ങളും പെടും, ആന്തരിക ഹൃദയങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം പെടും. ഈമാൻ എന്ന് മാത്രം പറഞ്ഞു, അവിടെയും ശരീരങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും പെടും, ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് നീ എനിക്ക് പറഞ്ഞതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു കൊടുത്തു. അൽ ഇസ്ലാം അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാം എന്നാൽ ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണെന്ന് നീ സാക്ഷ്യം വഹിക്കലാണ്, അംഗീകരിക്കലാണ്. വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം നീ അംഗീകരിക്കലാണ്. വ അൻ തുഖീമസ്സലാ, നീ നിസ്കാരം നിലനിർത്തലാണ്. വ തുഅതിയ സക്കാ, സകാത്ത് കൊടുത്തു വിട്ടലാണ്. വ തസൂമ റമളാൻ, നീ റമളാനിൽ നോമ്പ് നോക്കലാണ്. വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, അതിലേക്ക് ഹജ്ജ് ചെയ്യാൻ കഅബത്തിലേക്ക് പോകാൻ നിനക്ക് സാധിച്ചാൽ കഅബത്തിന്റെ അടുക്കൽ പോയി മക്കയിൽ പോയി ഹജ്ജ് ചെയ്യലുമാണ്. ഈ 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾക്ക് അർക്കാനുൽ ഇസ്ലാം എന്നാ പറയാ, ഇസ്ലാമിന്റെ നെടും തൂണുകൾ. ഈ 5 ഉണ്ടെങ്കിലേ ഇസ്ലാം ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളുടെ മേലാണ് എടുക്കപ്പെട്ടിരിക്കുന്നത്. 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ തൂണുകളാണ്, അതിന്റെ മേലെയാണ് ഇസ്ലാം എടുത്തിട്ടുള്ളത്. ഒന്ന്,
ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, 2 ഇഖാമത്തുസ് സലാ, 3 ഈതാഉസ് സകാത്ത്, 4 സൗമു റമളാൻ, 5 ഹജ്ജുൽ ബൈത്ത്. നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ ഇതിന് ഇസ്ലാമിന്റെ തൂണുകൾ എന്നാണ് പറയുക. ഈ 5 കാര്യങ്ങളും ബാഹ്യാവയവങ്ങൾ കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ഒന്ന് ഷഹാദത്ത് കലിമ, നാവ് കൊണ്ട് പറയേണ്ടതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടാമത്തത് ഇഖാമത്തുസ് സലാ, അത് ശരീരം കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനമാണ്, അവയവങ്ങൾ കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനമാണ്. മൂന്നാമത്തെ ഈതാഉസ് സകാത്ത്, അതും സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനമാണ്, ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ്. 4 സൗമു റമളാൻ, ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ്. 5 ഹജ്ജുൽ ബൈത്ത്, ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇസ്ലാം എന്ന് ഈമാന്റെ കൂടെ പറയപ്പെട്ടാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ശരീരങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാലോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമതായി റസൂലിനോട് ചോദിച്ചു, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്ത് എന്ന് എനിക്ക് നീ വിവരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു, അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. എന്താണ് ഈമാൻ? നീ അല്ലാഹുവിനെ അംഗീകരിക്കലാണ്, അള്ളാഹുവിന്റെ മലക്കുകളെ അംഗീകരിക്കലാണ്, ആ മലക്കുകളിലൂടെ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളെ അംഗീകരിക്കലാണ്, ആ ഗ്രന്ഥം ആർക്കാണോ അവതരിപ്പിക്കപ്പെട്ടത് ആ പ്രവാചകന്മാരെ അംഗീകരിക്കലാണ്, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം യൗമുൽ ആഖിറിനെ അംഗീകരിക്കലാണ്, ഖദറിലും നീ അംഗീകരിക്കലാണ്, ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുമാണെന്ന അംഗീകാരം. ഈ 6 കാര്യങ്ങൾക്കാണ് ഈമാൻ എന്ന് പറയാം. ഈ 6 കാര്യങ്ങൾക്ക് അർക്കാനുൽ ഈമാൻ എന്ന് പറയാം, ഈമാന്റെ നെടുന്തൂണുകൾ. ഈ 6 കാര്യങ്ങൾ അംഗീകരിച്ചാലും മുഅ്മിനാവും, ഇല്ല ഒന്നിനെ നിഷേധിച്ചാലും മുഅ്മിനല്ല. ഈ 6 ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചിട്ട് ബാക്കി എല്ലാത്തിനും അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഈ 6 കാര്യങ്ങൾ ഈമാന്റെ തൂണുകളാണ്, റുക്കിനുകളാണ്. ഇതിന്റെ മുകളിലാണ് ഈമാൻ നിലകൊള്ളുന്നത്. അപ്പോൾ ഇസ്ലാമും ഈമാനും ഒന്നിച്ച് പറയപ്പെട്ടാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളാണ്. എന്നാൽ ഇസ്ലാമിനെ മാത്രം ഒറ്റക്ക് പറഞ്ഞാൽ അതിൽ ഇസ്ലാം കാര്യം 5ഉം പെട്ടു, ഈമാൻ കാര്യം 6ഉം പെട്ടു. ഈമാൻ എന്ന് മാത്രം സെപ്പറേറ്റ് പറഞ്ഞാൽ അതിൽ ഈമാൻ കാര്യം 6ഉം പെട്ടു, ഇസ്ലാം കാര്യം 5ഉം പെട്ടു. ആണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാം മുറിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, നമ്മളെ ഈമാൻ ബാത്തിലാകുക. ഇസ്ലാം ബാത്തിലാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈമാൻ തന്നെ ബാത്തിലാകുക എന്നതാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, അവൻ കാഫിറായി എന്നർത്ഥം. ഇസ്ലാം മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ കാഫിറായി എന്നാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന, ബാത്തിലാക്കി കളയുന്ന, നമ്മെ കാഫിറാക്കി കളയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനം നിർബന്ധമാണ്. ഒന്നാമത്തെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അറിയപ്പെടുന്നത് ഇമാമുൽ മുവഹിദീൻ എന്നാണ്, മുവഹിദുകളുടെ ഇമാം. തൗഹീദിന് വേണ്ടിയിട്ട് ഒറ്റക്ക് പടപൊരുതിയ പ്രവാചകൻ അല്ലെ, തൗഹീദിന്റെ പ്രബോധകൻ, ഷിർക്കിന്റെ ധ്വംസകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത് റബ്ബി ജുനുബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും ഒരു ഭാഗത്തും വിഗ്രഹാരാധനയെ മറ്റൊരു ഭാഗത്തും നീ ആക്കണേ. ഇബ്രാഹിം ദുആ ചെയ്തതാണ്. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റാനാണ് റസൂലുള്ളാഹിനോടും നമ്മളോടും അല്ലാഹ് പറഞ്ഞത്. റസൂലുള്ളാഹിനോട് പറഞ്ഞു അനിത്തബിയ മില്ലത ഇബ്രാഹിം, മുഹമ്മദ് നബിയെ താങ്കൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റണം. നമ്മളോട് പറഞ്ഞു അനിത്തബിഉ മില്ലത ഇബ്രാഹിം, നിങ്ങൾ ഓരോരുത്തരും ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിൻപറ്റണം എന്ന്. തൗഹീദിന്റെ ഇമാം, തൗഹീദിന്റെ ധ്വജവാഹകൻ, ഷിർക്കിന്റെ ധ്വംസകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹ്. ആ ഇബ്രാഹിം നബിയുടെ ദുആ ആണ് ഖുർആനിൽ അല്ലാഹ് പറയുന്നത് റബ്ബി ജുനുബുനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും ഒരു ഭാഗത്തും വിഗ്രഹാരാധനയെ മറ്റൊരു ഭാഗത്തും നീ ആക്കണേ. ഇന്ന് നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആ കൂടിയാണത്. റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും ഒരു ഭാഗത്തും ദർഗയെ ആരാധിക്കുന്നത് മറ്റൊരു ഭാഗത്തും നീ ആക്കണേ. ഇന്ന് മുസ്ലിം ആണെന്ന് പറയുന്നവർ ചെയ്യുന്നത്
അന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്ത ഇബാദത്തുൽ അസ്നാം ഇന്ന് ഇബാദത്തുൽ ഖുബൂർ, ഖബറാരാധനയാണ്, ദർഗയെ ആരാധിക്കുകയാണ്. നമ്മൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹു എൻ്റെയും മക്കളെയും എന്നെയും കുടുംബത്തെയും നീ ഒരു ഭാഗത്തും ദർഗയെ ആരാധിക്കുന്ന മറ്റൊരു ഭാഗത്തും ആക്കണേ, നമ്മളെ ഒന്നിപ്പിക്കല്ലേ, രണ്ടും വേറെ വേറെ ആക്കണേ. ഇബ്രാഹിം നബി ഇവരെ പേടിച്ചു ശിർക്ക് കടന്നു വരുന്നതിനെ. അതാണ് പറഞ്ഞു വന്നത്. തൗഹീദിന്റെ പ്രബോധകൻ, മുവഹിദുകളുടെ ഇമാം എന്ന് പറയപ്പെടുന്ന ഇബ്രാഹിം നബി പോലും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും ജീവിതത്തിൽ ശിർക്ക് കടന്നു വരുന്നതിനെ പേടിച്ചത് കൊണ്ടാണ് ഈ ദുആ ചെയ്തത് എന്ന്. റബ്ബി ജുനുബുനി വബനി അൻ അഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം നബി പേടിച്ചെങ്കിൽ നമ്മൾ എത്ര പേടിക്കണം? നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് എപ്പോഴും ജാഗരൂകരായിരിക്കണം, അതീവ ശ്രദ്ധയോടുകൂടി കഴിഞ്ഞുകൂടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഉറുമ്പ് ഇഴഞ്ഞു കയറുന്നതിനേക്കാൾ ഗോപ്യമാണ് നിങ്ങളിൽ ശിർക്ക് ഉണ്ടാകുക എന്നുള്ളത്. ഒരു ഉറുമ്പ് നമ്മുടെ കാലിലൂടെ കയറുക നമ്മൾ അറിയില്ല, ആരും അറിയില്ല ഉറുമ്പ് കയറി എന്നത്. അത്ര കനമില്ലാത്ത, നമ്മളെ സ്പർശിച്ചാൽ നമുക്ക് സ്പർശനമേൽക്കാത്ത ഒരു ജീവിയാണ് ഉറുമ്പ്. ആ ഉറുമ്പ് കയറി വരുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ, അശ്ശിർക്കു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നം. ധാരാളം റസൂലുള്ള പറയുന്നറിയോ? പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറയാൻ, നിങ്ങളിൽ ശിർക്ക് ഉറുമ്പ് എഞ്ഞു കയറുന്നതിനേക്കാൾ ഗോപ്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് അബൂബക്കറെ, ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ നീ ചെയ്യുകയാണ് എങ്കിൽ ചെറിയ ശിർക്കും വലിയ ശിർക്കൊക്കെ പോകും. എന്നിട്ട് ദുആ പറഞ്ഞു കൊടുത്തു. ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിലെ വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹാനായ ഒരാളില്ല, ഇനി ഉണ്ടാകുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാൻ, ഏറ്റവും വലിയ അല്ലാഹുവിന്റെ വലി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്, എനിക്ക് നല്ലൊരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ ചെയ്താൽ നിന്നിൽ ചെറിയ ശിർക്ക് ഉണ്ടാവില്ല, വലിയ ശിർക്ക് ഉണ്ടാവില്ല. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന ലാ അഅലം. ഞാൻ അറിയാതെ, വഅന അഅലം, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നെ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അൻ ഉശ്രിക ബിക വഅന അഅലം, ഞാൻ അറിഞ്ഞുകൊണ്ട് നീ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നീ അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്നത്, നീ അല്ലാത്തവർക്ക് അറവ് നടത്തുന്നത് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാണ്ട് ഞാൻ ചെയ്തു പോയിനെങ്കിൽ റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ. ഈ ദുആ എപ്പോഴും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തതാണ്. ഏറ്റവും വലിയ മഹാൻ അവർ കൊടുക്കുന്നത്, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ വലിയ അവർ കൊടുക്കുന്നത് ഈ ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അത്ര ഗൗരവമുള്ള വിഷയം നോക്ക്, ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ഇമാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം ഇങ്ങനെ പറയാം. അല്ലാഹു പറഞ്ഞു, ഈ മില്ലത്തു ഇബ്രാഹിമിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റാത്തവൻ വിഡ്ഢിയാണ്. വമൻ യർഗബ് അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇത് പറഞ്ഞു, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാണ് മക്കൾക്ക് വസിയത്ത് ചെയ്യുന്നത്? ഇമാമുൽ മുവഹിദീൻ. അല്ലാഹു പറയാ,
വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് വസിയത്ത് നൽകി ഈ മില്ലത്തിനെ ഫോളോ ചെയ്യണമെന്ന്. ബിഹാ എന്ന് പറഞ്ഞാൽ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ തൗഹീദ്, ഈ തൗഹീദിനെ ഫോളോ ചെയ്യണമെന്ന് വസിയത്ത് കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാർക്ക്, ബനീഹി തന്റെ മക്കൾക്ക്. യാക്കൂബ് നബിയും വസിയത്ത് കൊടുത്തു. ഇവരെല്ലാം അവരുടെ മക്കളോട് പറഞ്ഞു, മക്കളെ വിളിച്ചിട്ട് പറയാൻ, യാ ബനിയ, ഓ കൊച്ചു മക്കളെ, ഓ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു ഇസ്ലാമിനെ ദീനായി നൽകിയിട്ടുണ്ട്, തിരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ഈ ദീൻ എന്താണ്? അള്ളാന്റെ ദീൻ. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാന്റെ അടുക്കൽ ദീൻ ഏതാണ്? ഇസ്ലാമാണ്. ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി അള്ളാഹു തിരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. മുവഹിദുകളായി അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരായി, പൂർണ്ണമായും ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ അഹലുകാരിൽ നിന്നും വിട്ടുനിന്നവരായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്ന് ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തന്റെ മക്കൾക്ക് നൽകിയ വസിയ്യത്ത് അല്ലാഹു ഖുർആനിൽ പറയാൻ. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാക്കൂബ് യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇതുകൊണ്ട് ചോദിക്കാം, അൻകുംതും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് നബിക്ക് മരണമാസന്നമായപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവിടെ സാന്നിധ്യരായി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. യാക്കൂബ് നബിക്ക് മരണമാസന്നമായ സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് പറഞ്ഞു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക, എനിക്ക് ശേഷം നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് നൽകുക എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. പറയപ്പെടുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെല്ലാവരും പ്രവാചകന്മാരായിരുന്നു. പിന്നീട് യൂസുഫ് നബി പ്രവാചകനാണ്, അറിയപ്പെട്ട പ്രവാചകനാണ്. ആ മക്കളെ വിളിച്ചിട്ട് പറയാണ്, മാ തഅബുദൂന മിൻ ബഅദി, ഏ മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക, നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് നൽകുക? ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. അവർ പറഞ്ഞു, ഖാലു നഅബുദു ഇലാഹക, ഏ അല്ലാഹു, യാക്കൂബ് നബിയെ, ഏ ബാപ്പാ, താങ്കളുടെ ഇലാഹിനെയാണ് നമ്മൾ ആരാധിക്കുക. വ ഇലാഹ ആബായിക, താങ്കളുടെ ഉപ്പമാരുടെയും ഇലാഹിനെ. ആരാണ് ഉപ്പമാർ? ഇബ്രാഹീമ, ഇബ്രാഹിം നബിന്റെ ഇലാഹിനെ. വ ഇസ്മാഈല, ഇസ്മായിൽ നബിയുടെയും ഇലാഹിനെ. വ ഇസ്ഹാഖ, ഇസ്ഹാഖ് നബിയുടെയും ഇലാഹിനെ. ആ ഇലാഹിനെയാണ് നമ്മൾ ഇലാഹൻ വാഹിദ, ഒറ്റ ഇലാഹ് അല്ലാഹ്. ഇബാദത്തുകൾ മുഴുവനും ഒരാൾക്ക് മാത്രം. വനഹ്നു ലഹു മുസ്ലിമൂൻ, നമ്മൾ ആ അള്ളാഹുവിന് മുസ്ലിമീങ്ങളാണ്, കീഴൊതുങ്ങുന്നവരാണ്. അള്ളാഹുവിന് തൗഹീദ് കൊണ്ട് കീഴൊതുങ്ങും. അള്ളാഹു അല്ലാത്തൊരു വ്യക്തിയെയോ ശക്തിയെയോ വസ്തുവിനെയോ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, നേർച്ച വഴിപാടുകൾ നടത്തുകയില്ല, ഇസ്തിഗാസ ചെയ്യുകയില്ല, ഒരു ദർഗയെയും ആരാധിക്കുകയില്ല, ഒരു ഖബറിനെയും ആരാധിക്കുകയില്ല. ഇബാദത്തായിട്ട് എന്തുണ്ടോ അത് അള്ളാഹുവിന് മാത്രമേ നമ്മൾ നൽകൂ. ഇല്ലാഹൻ വാഹിദാണ് പറഞ്ഞത്. നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ആ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരാണ് നമ്മൾ. ഒറ്റ ഇലാഹിന് മാത്രം ഇബാദത്ത്. ആർക്കൊക്കെ ഇബാദത്ത് ചെയ്തോ അവരൊക്കെ ഇലാഹാണ്. അടികൊണ്ടവനെല്ലാം അടിക്കപ്പെട്ടവനാണ്. ഞാൻ ഒരാളെ അടിച്ചാൽ അയാൾ അടിക്കപ്പെട്ട ആളാണ്. വേറൊരാളടിച്ചാൽ അയാളും അടിക്കപ്പെട്ട ആളാണ്. വേറൊരാളടിച്ചാൽ മൂന്നാമത്തെ ആളും അടിക്കപ്പെട്ട ആളാണ്. ആർക്കൊക്കെ നമ്മൾ ഇബാദത്ത് നൽകുന്നുവോ അവരെല്ലാം മഅബൂദാണ്. മഅബൂദാകാൻ യോഗ്യൻ ആരേ ഉള്ളൂ? അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. ഒരാൾ അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ
ഈ സുജൂദ് ഇബാദത്താണ്, ആ വ്യക്തി മഅബൂദായി, ആരാധിക്കപ്പെട്ടവനായി. ഒരാൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടിയാൽ, പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി മഅബൂദായി. കാരണം ഇബാദത്ത് അയാൾക്ക് പോയി. ഒരാൾ അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തിയാൽ ആ വ്യക്തി മഅബൂദായി. അങ്ങനെ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് പോകൂല. അതാണ് ഇലാഹൻ വാഹിദൻ, ഒറ്റ മഅബൂദ്. കുറെ മഅബൂദില്ല. സമസ്തക്കാർക്ക് കുറെ മഅബൂദുണ്ട്. CM മടവൂർ ഒരു മഅബൂദാണ്, മൂന്ന് പറ്റുമ്പോൾ വേറൊരു മഅബൂദാണ്, മുനമ്പത്ത് ബിബി വേറൊരു മഅബൂദാണ്, ഓച്ചിറ ഉപ്പാപ്പ വേറൊരു മഅബൂദാണ്, വേങ്ങര കോയപ്പാപ്പ വേറൊരു മഅബൂദാണ്, മൊയ്തീൻ ഷെയ്ഖ് വേറൊരു മഅബൂദാണ്, ദിഫായി ഷെയ്ഖ് വേറൊരു മഅബൂദാണ്. എന്നിട്ട് ഇവരൊക്കെ മഅബൂദായി. ഇവർക്കെല്ലാം ഇവർ ഇബാദത്ത് നൽകി. ആർക്കാണോ ഇബാദത്ത് നൽകപ്പെടുന്നത് അവർ മഅബൂദാണ്. നമ്മൾ പ്രഖ്യാപിച്ച ഷഹാദത്തിന്റെ കലിമത്ത് എന്താണ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ്. ഇബാദത്തായിട്ട് എന്തുണ്ടോ, അത് പ്രതീക്ഷയാകട്ടെ, തവക്കുലാകട്ടെ, ദുആ ആകട്ടെ, നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, നേർച്ചയാകട്ടെ, സത്യം ചെയ്യലാകട്ടെ, എന്തുമാകട്ടെ, അത് ആർക്ക് നൽകൂ? അള്ളാഹുവിന് മാത്രമേ നൽകുകയുള്ളൂ. അതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ യാക്കൂബ് നബിക്ക് നൽകിയ വാക്ക്. നമ്മൾ ആരാധിക്കുക ഒറ്റ ഇലാഹിനെ മാത്രം. അതായത് ഒറ്റ ഇലാഹ്, അതൊന്നുകൂടി വിശദീകരിച്ചു. ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ്. അതെ, മുവഹിദീങ്ങളുടെ ഇമാമായി ഇബ്രാഹിം നബി ഉണ്ടല്ലോ, താങ്കളുടെ ഉപ്പ. അവരുടെ മക്കളുണ്ടല്ലോ ഇസ്മായിൽ, ഇസ്ഹാഖ്. അവരാണല്ലോ താങ്കളുടെ ഉപ്പയും ഉപ്പുപ്പമാരൊക്കെ. അവരുടെ ഇലാഹിനെ, ഇബ്രാഹിം നബി ക്ഷണിച്ച ദാവത്ത് ഏത് തൗഹീദിലേക്കാണോ, ഏതൊരു അള്ളാഹിലേക്കാണോ ആ അള്ളാഹിനെ. അതാണ് വത്തബിയു മില്ലത ഇബ്രാഹിമ ഹനീഫ എന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റണം, ഒറ്റ ഇലാഹിനെ മാത്രം ആരാധിക്കുക. അപ്പോൾ തൗഹീദ്, ഇസ്ലാം എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പ്രവാചകന്മാര് പോലും പേടിക്കുകയും മരണാസന്നമായി കിടക്കുമ്പോൾ മക്കൾക്ക് നൽകിയ വസീയത്തും മുസ്ലിമാവണേ, തൗഹീദ് അള്ളാഹ്ക്ക് മാത്രം ആക്കണേ, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കണേ, അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്തിട്ടാണ് നബിമാര് പോലും മരിച്ചത് എന്ന്. മക്കൾക്ക് നൽകുന്ന വസീയത്താണ് അതൊക്കെ. അത്ര ഗൗരവമുള്ള വിഷയമാണ് ഇസ്ലാം മുറിഞ്ഞു പോവുക എന്നുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞത് ആ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് 10ഓളം ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പായി വളരെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു മസലയും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ് മുതൽ ഇൻഷാ അല്ലാഹ് കിതാബിന്റെ വരികളിലേക്ക് നമുക്ക് കടക്കാം. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, ഒരു മുസ്ലിം എപ്പോഴാണ് കാഫിറാകുക, ഒരു മുസ്ലിമിനെ എപ്പോഴാണ് കാഫിറാക്കേണ്ടത് എന്ന വിഷയമാണ്. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഒരാളെ കാഫിറാക്കുന്ന വിഷയത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്തെന്ന് അറിയണം. കാഫിറാക്കുന്ന വിഷയത്തിൽ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുന്ന വിഭാഗങ്ങൾ 3 തരക്കാരാണ്, 3 കൂട്ടരാണ്. ഒന്നാമത്തെ കൂട്ടര് ജഹ്മികളാണ്. ജഹ്മികൾ എന്ന് പറഞ്ഞാൽ അൽ ജഹ്മി ബിനു സഫ്വാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ടീമാണ്. താബീങ്ങളുടെ കാലഘട്ടത്തിൽ രംഗത്ത് വന്ന ഒരു പേച്ച ചിന്താഗതിയാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുക എന്നുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, തൗഹീദുൽ അസ്മായി വ സിഫാത്ത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞു. അത് നിഷേധം തുടക്കം കുറച്ച ഒരു ചിന്താഗതി ഇവരുടേതാണ്, ജഹ്മികളുടേതാണ്. ജഹ്മി ബിനു സഫ്വാൻ എന്ന് പറയുന്ന ആളിലേക്കാണ് അയാൾ ചേർത്തി പറഞ്ഞിട്ടാണ് ജഹ്മികൾ എന്ന് പറയുന്നത്. അൽ ജഹ്മി ബിനു സഫ്വാൻ എന്ന് പറയുന്ന ആളുടെ ഉസ്താദ് അൽ ജഅദ് ബിനു ദിർഹം, അയാളാണ് ഈ വാദം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് ജൂതന്മാരിൽ നിന്നും. അൽ ജഅദ് ബിനു ദിർഹം, ജഹ്മി സഫ്വാൻ പിന്നെ വന്ന ആളാണ്, തബൂതാമിയുടെ കാലഘട്ടത്തിലുള്ള ആളാണ്. അയാൾ മുമ്പേ പോയത് അൽ ജഅദ് ബിനു ദിർഹം എന്ന് പറയുന്ന ആളാണ്. ഒരു ഇസ്ലാമിൽ കടന്നു വന്ന ഒരു പിഴച്ച കക്ഷികളാണ് അവർ, പിഴച്ച വിഭാഗമാണ് അവർ.
അവർക്ക് അടിസ്ഥാനപരമായും 3 വാദങ്ങളാണുള്ളത്. പിഴച്ചവാദങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഒരാളെ ജഹ്മിയാക്കുന്ന അല്ലെങ്കിൽ മറ്റ് വിഘടിച്ചു പോയ പിഴച്ചു പോയ വിഭാഗങ്ങളിൽ നിന്നും ജഹ്മികളെ വേറെയാക്കുന്ന അവരുടെ ഉസൂലുകൾ 3ആണ്. ഒന്നാമത്തേത് നഫിയു സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നഫി ചെയ്യുക, നിഷേധിക്കുക. വല്ല അള്ളാഹുവിൻ്റെ അസ്മാകളെയും. അള്ളയുണ്ട് അത്ര തന്നെ, അള്ളാഹുവിന് പേരില്ല, അള്ളാഹ്ക്ക് വിശേഷണമില്ല. അലീം എന്നത് അള്ളാഹിൻ്റെ പേരല്ല, ഇൽമി എന്ന വിശേഷണം അള്ളാഹ്ക്കില്ല. അൽ ഖദീർ എന്നത് അള്ളാഹിൻ്റെ പേരല്ല, ഖുദ്റത്ത് എന്ന വിശേഷണം അള്ളാഹ്ക്കില്ല. ബസീർ എന്നത് അള്ളാഹിൻ്റെ പേരല്ല, ബസറുൻ എന്ന സിഫത്ത് വിശേഷണം അള്ളാഹ്ക്കില്ല. സമീഉൻ എന്നത് അള്ളാഹിൻ്റെ പേരല്ല, സമഅ എന്ന വിശേഷണം അള്ളാഹ്ക്കില്ല. പിന്നെ അള്ളാഹ് എന്തുള്ളൂ? അള്ളാഹ് മൗജൂദുൻ, അള്ളാഹ് ഉണ്ട്, അത്ര തന്നെ. അള്ളാഹുവിൻ്റെ സിഫത്തുകളെയും പേരുകളെയും നിഷേധിച്ച ടീമാണ് ജഹ്മികൾ. അവിടെ ഒന്നാമത്തെ അസ്ലി എന്താണ്? നഫിയു സിഫാത്ത് വൽ അസ്മ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുക എന്നതാണ്. രണ്ടാമത്തെ അവരുടെ വാദം അൽ ജബർ, അവർ ജബിരികളാണ്. ജഹൂൽ സഫാന്റെ ടീം ജബിരികളാണ്. ജബിരികൾ എന്ന് പറഞ്ഞാൽ അവരുടെ വാദം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രവർത്തിക്കുന്ന യഥാർത്ഥ ആൾ അള്ളാഹുവാണ്, നമ്മളല്ല പ്രവർത്തിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നമ്മളല്ല ചെയ്യുന്നത്, പിന്നെയോ അത് അള്ളാഹുവാണ്. വളരെ പേച്ചവാദമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്. അതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ. പ്രവർത്തിക്കുന്നതോ നമ്മളാണ്. അള്ളാഹു പറഞ്ഞല്ലേ, അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അപ്പം പ്രവർത്തനം ആരുതാ? നമ്മളതാണ്. ജബരികൾ പറയും നമ്മൾ അല്ല പ്രവർത്തിക്കുന്നത്. കേരളത്തിലുള്ള സമസ്തക്കാർ തബ്ലീഗുകാരൊക്കെ ജബരികളാണ്, അഖീദയിൽ പേച്ചു പോയവരാണ്. അവർ പറയുന്നത് നമ്മൾ അല്ല ചെയ്യുന്നത്, അല്ല അല്ലേ ചെയ്യുന്നത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലയിൽ തബ്ലീഗുകാർക്ക് പേച്ച് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ലാ ഇലാഹ ജീപ്പ് സ്റ്റാർട്ടാകൂല ഇല്ലല്ലാ, അള്ളാഹ് സ്റ്റാർട്ടാക്കിയാലല്ലാതെ. ലാ ഇലാഹ ഇബ്രാഹിം നബിയുടെ കത്തിക്ക് മൂർച്ചയില്ല ഇല്ലല്ലാ, അള്ളാഹ് മൂർച്ച കൊടുത്താലല്ലാതെ. ലാ ഇലാഹ ഇബ്രാഹിം നബിയുടെ തീക്ക് ചൂടില്ല ഇല്ലല്ലാ, അള്ളാഹ് ചൂട് കൊടുത്താലല്ലാതെ എന്നുള്ള പേച്ചവാദം വരാനുള്ള കാരണം ഈ ജബിരിയത്ത് വാദമാണ്. കേരളത്തിൽ സമസ്തക്കാരുടെയും വാദം ജബിരിയത്താണ്, തബ്ലീഗുകാരുടെയും വാദം ജബിരിയത്താണ്. എന്തുകൊണ്ട്? ഇവർ രണ്ടുപേരും അശ്അരികളാണ്. അശ്അരികൾ എന്നൊരു വിഭാഗമുണ്ട്, അവർ പേച്ച വിഭാഗമാണ്. ആ അശ്അരികളാണ് മദ്ഹബിൽ ഫിഖ്ഹിൽ ഷാഫി മദ്ഹബുകാരാണ് സമസ്തക്കാരും തബ്ലീഗുകാരും. അഖീദയിൽ അശ്അരികളാണ്. അശ്അരിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു പേച്ച സംഘടന ടീമാണ്, തീർത്തും ദലാലത്തിലുള്ള ഒരു ടീമാണ് അശ്അരികൾ. അതുകൊണ്ട് അശ്അരികളുടെ ഒരു വാദമാണ് ഈ ജബിരിയത്ത് വാദം. ഈ ജബിരിയത്ത് വാദം കൊണ്ടുവന്നവരാണ് ജഹ്മികൾ. നമ്മൾ ഈ പറഞ്ഞ ജഹ്മികൾ, അവർ ജബിരികൾ. അവർ പറയുന്നത് നമ്മൾ കാറ്റിൽ പാറുന്ന അപ്പൂപ്പൻ താടിയില്ലേ, അതുപോലെയാണ്. കാറ്റ് എങ്ങോട്ട് വീശുന്നോ അങ്ങോട്ടേക്ക് അപ്പൂപ്പൻ താടി മാറിപ്പോകും. അതേപോലെ നമ്മളല്ല ഒന്നും ചെയ്യുന്നത്, ഒക്കെ ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് മരം മുറിക്കുന്ന ആശാരിയുടെ കയ്യിലുള്ള വാള് പോലെയാണ്. ആശാരി ഇങ്ങോട്ട് വിളിച്ചാൽ വാൾ ഇങ്ങോട്ട് പോകും, ആശാരി അങ്ങോട്ടേക്ക് ഉന്തിയാൽ വാൾ അങ്ങോട്ടേക്ക് പോകും. ആ വാള് പോലെയാണ്. വാളൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നതാരാണ്? ആശാരിയാണ്. എന്നപോലെ നമ്മളൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നക്കാരാണ് അള്ളാഹുവാണ്. നമ്മൾ കുളിപ്പിക്കപ്പെടുന്ന മയ്യത്ത് പോലെയാണ്. കുളിപ്പിക്കുന്ന ആള് ഈ മയ്യത്തിനെ എങ്ങോട്ടേക്കാണോ തിരിക്കുന്നത് അങ്ങോട്ടേക്ക് മയ്യത്ത് തിരിയും, ജീവനില്ലല്ലോ. അതുപോലെയാണ് നമ്മൾ ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ്. ലാ ഫായില ഹഖീഖത്തൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവൻ അള്ളാഹ് മാത്രമാണ് എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം തന്നെ. എല്ലാം പ്രവർത്തിക്കുന്ന ജബിരിയത്ത് വാദം തീർത്തും പേച്ചവാദമാണ്. എല്ലാം ചെയ്യുന്ന അള്ളാഹുവാണെന്ന് പറയും. അത് വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനത്തെ ഈ പീഡിത കക്ഷികളെ, പേച്ച കക്ഷികളെ സംബന്ധിച്ച് നല്ല ബോധവും ധാരണ നമുക്കുണ്ടാകണം. ഇന്ന് വ്യക്തികളിലാണത്. പണ്ട് ടീമായിട്ട് തന്നെ വേറെ ഉണ്ട്, ഇന്ന് ഓരോ വ്യക്തികളിലും അതുണ്ട്. നമ്മളെ കൂടെ ഇരിക്കുന്നവൻ, നമ്മോട് ദീൻ സംസാരിക്കുന്നവൻ, ഇത് ഏത് അഖീദയിലാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് അഖീദ പഠിക്കുന്നത് പോലെ തന്നെ ബിദൈകളുടെ പേച്ച കക്ഷികളുടെ അഖീദയും നമ്മൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കയറുന്ന ആൾക്കാർ പല വീഡിയോസുകൾ കാണും, പല പ്രഭാഷണങ്ങൾ കേൾക്കും. ഈ പറയുന്നവൻ പറയുന്ന അഖീദ സഹിയാണെന്ന് അറിയില്ല. ഉസ്താദ് നല്ല ക്ലാസ് എടുത്തെന്ന് പറയും, പേച്ച അഖീദയൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക.
അതുകൊണ്ട് തന്നെ വിദൈകളെ സംബന്ധിച്ചുള്ള പഠനം അനിവാര്യമാണ്. അഹ്ലുസുന്നയുടെ അഖീദ പഠിച്ചതിന് ശേഷം ആദ്യം അത് പഠിക്കണം. ചില ആൾക്കാരുണ്ട് അഹ്ലുസുന്നയുടെ അഖീദ പഠിക്കുന്ന നോക്കൂല, ഓൻ്റെ അഖീദ അറിയില്ല. എന്നിട്ടോ പേച്ച ആൾക്കാരെ പിന്നാലെ പോകും. ഓൻ്റെ അഖീദ വെച്ചത്, ഇവൻ്റെ അഖീദ വെച്ചത്, നിന്റെ അഖീദ എന്താണെന്ന് ചോദിച്ചാലോ അതുകൊണ്ട് അറിയുകയും ചെയ്യില്ല. അങ്ങനെയും ആകാൻ പാടില്ല. ആദ്യം നമ്മൾ അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ പഠിക്കണം. നംഖൈർ, ജഹ്മികളുടെ മൂന്നാമത്തെ അസ്ല് അത് അൽ ഇർജാ വാദമാണ്. ഫിബാബിൽ ഈമാൻ അവർ പറയുന്നത് കർമ്മങ്ങൾ ഈമാനിൽപ്പെടുകയില്ല. കർമ്മങ്ങൾ ഈമാനിൽപ്പെടുകയില്ല. അഹ്ലുസുന്നയുടെ വാദം എന്താണ്? കർമ്മങ്ങൾ ഈമാനിൽപ്പെട്ടതാണ്. ഈമാനിന്റെ 3 റുക്നുകളിൽ ഒന്നാണ് കർമ്മം, പ്രവർത്തനങ്ങൾ. ഇവർ പറയുന്നത് കർമ്മങ്ങൾ ഈമാന്റെ പുറത്താണ്. അൽ അമാലു ലാ തദ്ഖുലു ഫിൽ ഈമാൻ, ആ കർമ്മങ്ങൾ ഈമാനിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പാപങ്ങൾ ചെയ്താൽ അത് ഈമാന് ബാധിക്കുകയില്ല. പാപങ്ങൾ ചെയ്താൽ ഈമാന് ബാധിക്കൂല. അവൻ പൂർണ്ണ മോമിനായിരിക്കും. പാപികളെ പൂർണ്ണ മോമിനായിരിക്കും. പാപങ്ങൾ ഈമാനെ ബാധിക്കുകയില്ല. ലാ യദുറു മഅൽ ഈമാനി ദംബുൻ ലിമൻ അമിലഹു മാ ലം യസ്തഹില്ലഹു എന്ന് പറയും. ഒരു പാപത്തെ അനുവദനീയമാക്കാത്തിടത്തോളം കാലം ഒരാൾ പാപം ചെയ്താൽ അത് അയാളെ ഈമാന് ബാധിക്കുകയില്ല. ഇക്കൂട്ടർ ആരെയും കാഫിറാക്കൂല, കുഫർ ചെയ്തോനെയും കാഫിറാക്കൂല. അവർ പറയും പാപം കർമ്മങ്ങൾ എന്ത് ചെയ്യില്ല, ഈമാന് ബാധിക്കൂല. എല്ലാവരും മോമിനിങ്ങളാണ്, എല്ലാവരും കാമിലുൽ ഈമാൻ, പൂർണ്ണ ഈമാൻ ഉള്ളവരാണ്. ഇസ്ലാമെ മുറിച്ചു കളയുന്ന പ്രവർത്തനം ചെയ്താൽ ഇവർ പറയും നമ്മളാരെയും കാഫിറാക്കൂല, നമ്മളാരെയും കാഫിറാക്കാൻ പോകേണ്ടതില്ല. ഇന്നും കുറേ ആൾക്കാരുണ്ട്, ഇവരുടെ കുഞ്ഞാടുകൾ. ഈ ചിന്താഗതിയിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ആരെയും കാഫിറാക്കാൻ പോകണ്ട, നമ്മൾ ആരെയും ബിദയ്യാക്കാൻ പോകണ്ട, എല്ലാവരും മുസ്ലിങ്ങൾ, എല്ലാവരും ബായി, ആരെയും കാഫിറാക്കണം. പച്ച കുഫർ ചെയ്യുന്നവനായിരിക്കും, വലിയ ശിർക്ക് ചെയ്യുന്ന ആളായിരിക്കും. എന്നാൽ ഇവൻ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലേ, നമ്മളാരെയും കാഫിറാക്കാൻ പോകണ്ട, നമ്മളാരെയും കാഫിറാക്കൂല. തീർത്തും പേച്ച വാദമാണിത്, ജഹ്മികളുടെ വാദമാണ്. അവരുടെ വാദം എന്താണ്? കർമ്മങ്ങൾ ഈമാനിൽപ്പെട്ടതല്ല, അതുകൊണ്ട് പാപങ്ങൾ ചെയ്താൽ ഈമാന് ബാധിക്കൂല, നമ്മളാരെയും കാഫിറാക്കൂല. ഇന്ന് കുറച്ച് ആൾക്കാർ ഈ ഒരു ജഹ്മികളുടെ വേഷത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്, ആരെയും കാഫിറാക്കാത്തവർ. അത് തെറ്റായ ഒരു ഭാഗമാണ്. കാഫിറിനെ കാഫിർ എന്ന് വിളിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളെ കിതാബ് പഠിക്കുമ്പോൾ നമ്മൾ വിശദീകരിച്ച് പഠിക്കും. മൂന്നാമത്തെ നാക്കിൽ അതാണ്, കാഫിറിനെ കാഫിറാക്കാത്തവൻ കാഫിറാണ്. നമ്മൾ വിശദമായിട്ട് അത് പഠിക്കും. രണ്ടാമത്തെ ടീം ഖവാരിജുകളാണ്. ഖവാരിജുകൾ, ഖാരിജിയുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഖവാരിജ്. ഇസ്ലാമിലെ ആദ്യത്തെ ബിദഈ പ്രസ്ഥാനമാണ് ഖവാരിജുകൾ. ഇസ്ലാമിലുണ്ടായ ആദ്യത്തെ പേച്ച കക്ഷിയാണ് ഖവാരിജുകൾ. ഇന്ന് എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ് ഖവാരിജുകൾ. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ രംഗത്തിറങ്ങിയത് കൊണ്ടാണ് അവർ ഖാരിജികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അലി റളിയല്ലാഹുവിനെതിരെ ഇറങ്ങി പുറപ്പെട്ടവർ, അതായത് ഭരണാധികാരിക്കെതിരെ പുറപ്പെടുന്നവൻ, അതാണ് ഖാരിജി. ഇറങ്ങി പുറപ്പെട്ടവൻ, ഖറജ പുറപ്പെടുക എന്നർത്ഥം. ഖാരിജുൻ പുറപ്പെടുന്നവൻ, ഖാരിജിയുൻ അതിലേക്ക് നിസ്ബ ചെയ്ത് പറഞ്ഞണം, ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടുന്നവൻ. ആദ്യമായി പുറപ്പെട്ട ആർക്കെതിരാണ്? അലി റളിയല്ലാഹു അൻഹുവിനെതിരെയാണ്. നെഹ്റുവാൻ കുറേ യുദ്ധങ്ങളൊക്കെ ആവശ്യത്തിലുണ്ടായി. അലി റളിയല്ലാഹുവിനെതിരെ പുറപ്പെട്ടത് കൊണ്ട് അവർക്ക് ഖാരിജി എന്ന് പേര് വന്നു. ഖവാരിജുകൾ, ഇതാണ് രണ്ടാമത്തെ ടീം. ഇവർ എല്ലാവരെയും കാഫിറാക്കുന്നവരാണ്. ഇവർ സഹാബക്കളെ മൊത്തം കാഫിറാക്കും. ഇവർ പറയും അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹു മാത്രം മുസ്ലിം, പോലുള്ള കുറച്ച് പേര് മാത്രം മുസ്ലിം, ബാക്കി എല്ലാ സഹാബക്കളെയും കാഫിറാക്കുക. മുസ്ലിംകളെ മൊത്തം കാഫിറാക്കുന്നവരാണ് ഇവർ. ചെറിയൊരു പാവം ചെയ്താൽ മതി. അതായത് ആദ്യത്തെ ടീമിന്റെ നേരെ ഓപ്പോസിറ്റ്, ജഹ്മികളുടെ മുർജിയാക്കളുടെ നേരെ ഓപ്പോസിറ്റ്. അവർ ആരെയും കാഫിറാക്കാത്തവർ, ഇവർ എല്ലാവരെയും കാഫിറാക്കുക. ചെറിയ പ്രവർത്തനം ആരും ചെയ്താൽ ഉടനെ കാഫിറാക്കി കളയും. ഓൻ കാഫിർ, ഇവൻ കാഫിർ, എല്ലാവരെയും പിടിച്ച് കാഫിറാക്കുന്നവർ ഖവാരിജുകൾ. ഖവാരിജുകൾക്ക് 4 ഉസൂലുകളാണുള്ളത്. മറ്റ് ബിദഈ പ്രസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് പിഴച്ചുപോയ ചിന്താഗതികളിൽ നിന്നും ഖവാരിജുകളെ വേറെയാക്കുന്നത് 4 ഉസൂലുകളിലാണ്. ഒന്നാമത്തെ ഉസൂല് ഇതാണ്, തക്ഫീറുൽ മുസ്ലിമീന ബിൽ കബായിർ ദൂന ഷിർക്ക്. ഷിർക്കല്ലാത്ത വൻപാപം ചെയ്താൽ മുസ്ലിം കാഫിറാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വതഖ്ലീദുഹും ഫിന്നാർ,
അങ്ങനെ അവൻ മരിച്ചാൽ അവൻ കാലാകാലം നരകത്തിലാണ്. ഖവാരിജികളുടെ ഒന്നാമത്തെ അസലാണ്. വൻപാപം ചെയ്താൽ അവൻ കാഫിറാണ്. ഒരു കള്ളു കുടിച്ചാൽ കാഫിർ, ഓ വ്യഭിചരിച്ചാൽ കാഫിർ, കട്ടാൽ കാഫിർ, മാതാപിതാക്കൾ ധിക്കരിച്ചാൽ കാഫിർ. കാരണം ഇതൊക്കെ വൻപാപങ്ങളാണ്. വൻപാപം ചെയ്തവനെല്ലാം കാഫിറാണ്. മാത്രമല്ല അങ്ങനെ മരിച്ചാലോ ഖാലിദും മുഖല്ലദും ഫിന്നാർ, നരകത്തിൽ കാലാകാലാണ്. ഒന്നാമത്തെ അസ്ല്. ഖവാരിജികളുടെ രണ്ടാമത്തെ അസ്ല് ഇസ്തിഹ്ലാലു ദിമാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തൽ അനുവദനീയമാണ് എന്ന വാദമാണ്. ഇവർ മുസ്ലിങ്ങളെ കൊല്ലുന്നവരാണ്. കാഫിറുകളെ കൊല്ലൂല, കാഫിറോട് യുദ്ധം ചെയ്യൂല. അപ്പുറം കാഫിർ ഉണ്ടാവും, ഓരോട് യുദ്ധം ചെയ്യൂല. പിന്നെ ആരുടെ യുദ്ധം ചെയ്യുക? മുസ്ലിമീങ്ങളോടാണ്. മുസ്ലിമീങ്ങളെ കൊല്ലൽ അനുവദനീയമാണ് അവർക്ക്. ഇതാണ് ഖവാരിജികളുടെ രണ്ടാമത്തെ അസ്ല്. മൂന്നാമത്തെ അസ്ല് അൽ ഖുറൂജു അലൽ അഇമ്മ, അയിമ്മത്തുകൾക്കെതിരെ പുറപ്പെടൽ. വഉലാത്തിൽ ഉമൂർ, ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടുക, പ്രക്ഷോഭം ഉണ്ടാക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, ഭരണാധികാരികൾക്കെതിരെ ഫിത്നയും ഫസാദും തൊടുത്തു വിടുക, ജനങ്ങളെ രംഗത്തിറക്കിയിട്ട് കുഴപ്പങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കുക. ഇത് ഇവരുടെ ഹാസിലാണ്. ഇപ്പോൾ വലിയ നമ്പർ ഭരണാധികാരി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പിന്നെ അവനെ ബയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓനക്കെതിരെ തിരിയാം, ഓനെ അടിച്ച് പുറത്താക്കിയിട്ട് ബഹള കയറ്റണം. ഇന്ന് ഇഖ്വാനുൽ മുസ്ലിമൂനും ജമാഅത്ത് ഇസ്ലാമിയും ചെയ്യുന്നത് പോലെ അവരുടെ ഒരു പകർപ്പാണ് ഇന്നിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ അവിടെ അസൽ ഇൻകാർ സുന്നത്തി വൽ അമലി ബിഹി, സുന്നത്തിനെ ഹദീസിനെ നിഷേധിക്കലും ഹദീസ് കൊണ്ട് അമൽ ചെയ്തതിനെ നിഷേധിക്കലുമാണ് അവർ. ഒരുപാട് ഹദീസുകൾ നിഷേധിച്ചിട്ടുണ്ട് ഖവാരിജികൾ. ഈ 4 ഉസൂലുകൾ ഖവാരിജികളുടെ ഉസൂലാണ്. മറ്റ് ബിദഈ പ്രസ്ഥാനത്തിൽ നിന്നും ഖവാരിജികളെ വേറെയാക്കുന്ന 4 ഉസൂലുകൾ. അതിൽ ഒന്നാമത്തെ ഉസൂൽ എന്താണ്? തക്ഫീറുൽ മുസ്ലിമീൻ വ തഖ്ലീദുഹും ഫിന്നാർ, മുസ്ലിമുകളെ കാഫിറാക്കുക, തൊട്ടതിന് പിടിച്ചതിന് കാഫിർ കാഫിർ കാഫിർ, എല്ലാവരെയും കാഫിറാക്കുക. ഇതും തെറ്റായ നിലപാടാണ്. ഈ രംഗത്ത് ഈ സ്വഭാവം ഉള്ളവരും ഇന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാത്തിനും പിടിച്ച് കാഫിറാക്കുക, ചെറിയ ചെറിയ കാരണങ്ങളാൽ കാഫിറാക്കുക, ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ കാഫിറാക്കുക, അതും തെറ്റായ നിലപാടാണ്. മൂന്നാമത്തെ ടീം അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒരാളെ കാഫിറാക്കുന്ന വിഷയത്തിൽ വിശാല നിലപാടുള്ള, മധ്യമ നിലപാടുള്ളവരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ മുർജികളെ പോലെ ആരെയും കാഫിർ ആക്കാതിരിക്കൂല, ഖവാരിജികളെ പോലെ എല്ലാവരെയും കാഫിർ ആക്കുകയും ഇല്ല. മധ്യമ നിലപാടാണ് അഹ്ലുസുന്നത്ത് ജമാഅത്ത് പറയുന്നത്. വൻപാപം ചെയ്താൽ ആരും കാഫിർ ആകുകയില്ല, എന്നാൽ മുർജികളെ പോലെ പൂർണ്ണ ഈമാനുള്ള ആളുമല്ല. മുഅ്മിനാണ്, അവൻ്റെ ഈമാൻ കുറയും. പാപം ചെയ്താൽ ഈമാൻ കുറയും. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒരാളെ കാഫിറാക്കുന്ന വിഷയത്തിൽ നിബന്ധനകളും തടസ്സങ്ങളും പരിഗണിക്കണം എന്ന് പറയുന്നവരാണ്. നിബന്ധനകളും തടസ്സങ്ങളും പരിഗണിക്കണം. ഒരാളെ കാഫിറാക്കാൻ 2 നിബന്ധനകളുണ്ട്. ആ നിബന്ധന കണ്ടീഷൻ പാലിക്കപ്പെട്ടാൽ മാത്രമേ ഒരാളെ കാഫിറാക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 4 തടസ്സങ്ങളുണ്ട്. ആ 4 തടസ്സങ്ങൾ ഇല്ലാണ്ടായാൽ മാത്രമേ ഒരു വ്യക്തിയെ കാഫിറാക്കാൻ പാടുള്ളൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒരാളെ കാഫിറാക്കാൻ മുന്നോട്ട് വെക്കുന്ന 2 നിബന്ധനകൾ, ഒന്ന് ഇഖാമത്തുൽ ഹുജ്ജ, ആ വ്യക്തിക്ക് തെളിവ് ബോധ്യപ്പെടുത്തി കൊടുക്കണം, തെളിവ് പറഞ്ഞു കൊടുക്കണം. ഇത് കുഫറാണ്, ഇത് ശിർക്കാണ്, ഇന്ന ആയത്തുണ്ട്, ഇന്ന ഹദീത്തുണ്ട്, ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തേത് ഇസാലത്തു ശുബ്ഹ, ആ വ്യക്തിക്കുണ്ടായ ആശയക്കുഴപ്പത്തെ നീക്കം ചെയ്യണം. എന്താണോ ആ വ്യക്തിക്ക് ആശയക്കുഴപ്പമുണ്ടായത് അത് നീക്കം ചെയ്യണം. ഈ 2 കണ്ടീഷൻ പാലിച്ചാൽ മാത്രമേ വ്യക്തിയെ അഹ്ലുസുന്ന കാഫിറാക്കൂ. അതേപോലെ തന്നെ 4 തടസ്സങ്ങൾ ഇല്ലാണ്ടാകണം. കാഫിറാക്കുന്നതിൽ നിന്നും തടയുന്ന 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ കാഫിറാക്കാൻ പാടില്ല. ഒന്ന് അൽ ജഹൽ, അറിവില്ലായ്മ. അറിവില്ലായ്മ കാരണത്താലാണ് ഒരാൾ ശിർക്കോ കുഫറോ ചെയ്യുന്നത് എങ്കിൽ അയാളെ കാഫിറാക്കാൻ പാടില്ല. രണ്ടാമത്തേത് അൽ ഇക്റാഹ്, നിർബന്ധിപ്പിച്ച് ചെയ്യപ്പെടുക. ഒരാൾ നിർബന്ധിച്ച് ചെയ്യുക, ഒരാൾ മുക്രഹാണ്, വേറൊരാൾ നിർബന്ധിപ്പിച്ചിട്ട് ശിർക്കോ കുഫറോ ചെയ്യിപ്പിച്ചാൽ അയാളെ കാഫിറാക്കാൻ പാടില്ല. മൂന്നാമത്തേത് അത്തഅ്വീലു സായിഗ്, അനുവദനീയമായ വ്യാഖ്യാനം. ഒരാൾ ഏതോ ആയത്തോ ഹദീസോ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റിയിട്ട് തെറ്റായി വ്യാഖ്യാനിച്ചിട്ട്, അങ്ങനെ വ്യാഖ്യാനിക്കാൻ അറബി ഭാഷയിലും
ഉസൂലിലും വകുപ്പുണ്ട്. അങ്ങനെ അയാൾ വ്യാഖ്യാനിച്ചപ്പോൾ പറ്റിയ അബദ്ധത്തിൽ അയാൾ ഷിർക്കോ കുഫറോ ചെയ്തു പോയി, അയാളെയും കാഫിറാക്കാൻ പാടില്ല. അയാൾ തഅ്വീലുണ്ട്. അയാൾ ഇന്ന ആയത്താണ് എനിക്ക് തെളിവ്, അത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഹദീസിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കി എന്ന് തെറ്റിദ്ധരിച്ചിട്ട് വ്യാഖ്യാനിച്ചിട്ടാണ് അയാൾ ഷിർക്കോ കുഫർ ചെയ്തു പോയതെങ്കിൽ അയാളെയും കാഫിറാക്കാൻ പാടില്ല. നാലാമത്തേത് അൽ ഖത, അബദ്ധം പറ്റിപ്പോയതാണ്, അറിയാണ്ട് ചെയ്തു പോയതാണ്, മനഃപൂർവ്വമല്ല. ഈ 4 കാര്യങ്ങൾ ഒരാളെ കാഫിറാക്കാനുള്ള തടസ്സമാണ്. ഈ 4 കാര്യമുള്ള ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? കാഫിറാക്കാൻ പാടില്ല. ഇതാണ് വ്യക്തികളെ കാഫിറാക്കുന്ന വിഷയത്തിലുള്ള അഹ്ലുസുന്നയുടെ നിലപാട്. അഹ്ലുസുന്നത്തി വൽ ജമാഅ കാഫിറാക്കുന്ന വിഷയത്തിൽ ഒരുപാട് കായികകൾ പറയാറുണ്ട്. അതിൽ അടിസ്ഥാനപരമായ 2 കായികയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, അഹ്ലുസുന്ന പറയും ഫർഖുൻ ബൈന തക്ഫീരിൽ ഫിഅലി വ തക്ഫീരിൽ ഫാഇൽ. ഒരു പ്രവർത്തനം ശിർക്കും കുഫറുമാണ് എന്ന് പറയുന്നതിൻ്റെ ഇടയിലും ഒരു പ്രവർത്തനം ശിർക്കോ കുഫറോ ചെയ്ത ആളെ കാഫിർ എന്ന് പറയുന്നതിൻ്റെ ഇടയിലും വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു പ്രവർത്തനം കുഫറാണെന്ന് പറയാം, പക്ഷെ വ്യക്തിയെ കാഫിറാക്കാൻ പറ്റുകയില്ല. നേരത്തെ പറഞ്ഞ 2 ഷർത്തുകളും 4 തടസ്സങ്ങളും പാലിക്കപ്പെട്ടാലല്ലാതെ. ഇങ്ങനെ പറയാം, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഓൻ മുശ്രിക്കാണ്, ഇന്ന പ്രവർത്തനം ആരെങ്കിലും ചെയ്താൽ അവൻ മുശ്രിക്കാകും എന്ന് പറയാം. എന്നാൽ അബ്ദുള്ള മുശ്രിക്കാണ്, മുഹമ്മദ് മുശ്രിക്കാണ്, ഷഹീർ മുശ്രിക്കാണ് പോലുള്ള വ്യക്തികളെ കാഫിറാക്കാൻ, ആ പ്രവർത്തനം ചെയ്ത ആളെ കാഫിറാക്കാൻ പറ്റുകയില്ല, എപ്പോഴല്ലാതെ നേരത്തെ പറഞ്ഞ 2 കണ്ടീഷനും ഷർത്തും 4 തടസ്സങ്ങളും പാലിക്കപ്പെട്ടാലല്ലാതെ. അഹ്ലുസുന്ന പറയുന്നത് എന്താണ്? ഒരു പ്രവർത്തനം കുഫറാണെന്ന് പറയുന്നതിൻ്റെ ഇടയിലും വ്യത്യാസമുണ്ട്, അത് പ്രവർത്തിച്ച ആളെ കാഫിറാണെന്ന് പറഞ്ഞതിടയിൽ വ്യത്യാസമുണ്ട്. പ്രവർത്തനം കുഫറാണെന്ന് നമുക്ക് പറയാം, പക്ഷേ പ്രവർത്തിച്ച ആളെ കാഫിറാക്കാൻ നിബന്ധനകളുണ്ട്, തടസ്സങ്ങൾ നീങ്ങേണ്ടതുണ്ട്. അടിസ്ഥാന കായികയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പല സ്ഥലങ്ങളിലായി ഉമ്മത്തിനെ പഠിപ്പിച്ച വളരെ അടിസ്ഥാന കായികയാണിത്. ഒരു പ്രവർത്തനം കുഫ്ർ ശിർക്ക് എന്ന് പറയാം, എന്നാൽ ഒരു പ്രവർത്തിച്ച ആളെ കാഫിറാക്കാൻ നിബന്ധനകളുണ്ട്, തടസ്സങ്ങൾ നീങ്ങേണ്ടതുണ്ട്, ഒറ്റടിക്ക് പറയാൻ പാടില്ല. രണ്ടാമത്തത് അത്തക്ഫീറുൽ മുത്ലഖ്, ഫർഖുൻ ബൈന തക്ഫീരിൽ മുത്ലഖ് വ തക്ഫീരിൽ മുഅയ്യൻ. നിരുപാധികം ഇന്നത് കുഫ്റാണ് എന്ന് പറയാം, എന്നാൽ വ്യക്തികളെ കാഫിറാക്കാൻ നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പാലിക്കണം. ആദ്യത്തെ കായിക എന്താണ്? ഒരാൾ ഒരു പ്രവൃത്തി ചെയ്താൽ ആ ചെയ്ത പ്രവർത്തനം ഷിർക്കാണ്, കുഫ്റാണെന്ന് പറയാം, ആ പ്രവർത്തിച്ച ആളെ കാഫിറാക്കാൻ പാടില്ല, എപ്പോഴല്ലാതെ നമ്മൾ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചാലല്ലാതെ. രണ്ടാമത്തത് എന്താണ്? കായിക എന്താണ്? നിരുപാധികം ഇന്നത് ഷിർക്ക് കുഫ്ർ എന്ന് പറയാം, വ്യക്തികളെ കാഫിറാക്കാൻ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. 2 വ്യത്യാസമുണ്ട്. ഈ കായിക മനസ്സിലാക്കുന്നിടത്ത് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ നാക്കിൽ, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന 3ാമത്തെ നാക്കിൽ പറയുന്നിടത്ത് വിശദമായി നമുക്ക് വിഷയം സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. هذا والله أعلم وصلى الله على محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.